അയ്യോ, ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ കാലത്ത് എണീറ്റ് കുളിച്ച് കുറിയും തൊട്ട് ചോറ്റും പാത്രത്തിൽ ചോറൊക്കെ കെട്ടി പണിക്ക് പോണെന്ന്. അല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. എന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു കുഴിമടിയന ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അറിയാമോ ജീവ? പിന്നെ ഈ ചോറും പാത്രം എന്ത് ഇവിടെ വെച്ചേക്കണമെന്നറിയോ? ഉച്ചയാകുമ്പോ വിശക്കും. അപ്പൊ അകത്ത് മേശപ്പുറത്ത് പോയിരുന്ന് തിന്നാൻ ഭയങ്കര മടിയാ. ഇവിടെ ഇരുന്നാകുമ്പോ സൗകര്യത്തിന് തിന്നാല്ല. ചിരിക്കണമൊക്കെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മ എന്റെ ചേട്ടൻ അറിഞ്ഞൊരു പേരിട്ടിട്ടുണ്ട്. പേര് പറഞ്ഞു കൊടുക്കേട്ടാ. ഉമേഷ്. യോ, അതെങ്കിലും ഇത്തിരി ഉന്മേഷത്തോടുകൂടി പറയുന്നേ. ഈ കുടുംബത്തോട്ട് വന്നു കയറിയ പിന്നെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടായിട്ടില്ല. എന്താ മനസ്സമാധാനം ഉണ്ടായിട്ടില്ല. എടി, നീ നിനക്ക് നാണം ഉണ്ടോടി ഇങ്ങനെയൊക്കെ വിളിച്ച് പറയാൻ വേണ്ടിട്ട്? എടി, നീ ഈ കുടുംബത്തിലോട്ട് വന്ന് കയറിയിട്ടല്ലേടി നിനക്ക് സന്തോഷവും ആനന്ദവും ഒക്കെ ഉണ്ടായത്? പിന്നെ എപ്പണ്ടായെന്ന് പറയണ? നമ്മളെ മക്കളെ പേരെന്താ? ആനന്ദ്, ഉല്ലാസ്, സന്തോഷം. അതാ ഞാൻ പറഞ്ഞത്. അത് ഇവിടെ വന്ന് കയറിയിട്ടല്ലേ ഉണ്ടായത്, അല്ല നീ കൊണ്ടുവന്നൊന്നും അല്ലല്ലോ. ചേട്ടാ, എനിക്ക് ചൊറിഞ്ഞേറിയാണ് ഞാൻ വല്ല പറയൂട്ടെ. എന്റെ ജീവ ഇയാക്കടെ ഈ ഒടുക്കത്തെ മടി പറഞ്ഞില്ലേ, ആ കാര്യത്തിൽ ഒരു നാട്ടുകാരെ സംശയം പറയണേ. ചേച്ചിക്ക് എത്ര മക്കളാ? എനിക്ക് 3 മക്കള്. 3? കേട്ടാ, അവന് വരെ സംശയമായി. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. എനിക്ക് തോന്നി എന്തെല്ലാം ഇവിടെ പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കറക്റ്റാ ക്യാച്ച് ചെയ്യും. ഞാൻ ചക്കന്റെ വെക്കിട്ടായിരിക്കും. ചേട്ടൻ നിങ്ങൾ ഇങ്ങനെ കുഴിമടിയായിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം? പണിക്കൊന്നും പോണില്ലേ? എടി, നീ പോടി നിന്റെ നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം. ആവശ്യമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണിക്കോളെന്ന് പറഞ്ഞാൽ നിങ്ങൾ മടിയാണ്. ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. ഞാൻ നീ എന്താ പറഞ്ഞത്? ഞാൻ അകത്ത് വന്ന് ആഹാരം കഴിക്കാൻ മടിച്ചിട്ടാണ് പാത്രത്തിലൂടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അതെ, അകത്ത് ചെന്നിരുന്ന് ഇവളെ കൂട്ടത്ത് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഇവക്കൊരു ടേബിൾ മാനേഴ്സ് ഇല്ല. പിന്നീട് എനിക്ക് ടേബിൾ മാനേഴ്സ് ഇല്ല നിങ്ങളോട് ആരാ പറഞ്ഞ? നിനക്ക് എന്ത് ടേബിൾ മാനേഴ്സ് ഉണ്ടോ? ഇവൾ ആഹാരം കഴിക്കണം കാണണം. പാത്രത്തിൽ ചോറ് ഇങ്ങോട്ട് എടുത്തിട്ട് ഉണ്ട ഇങ്ങനെ ഉരുട്ടി 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 ഒരൊറ്റ എറിയാണ് നേരെ ഈ തൊണ്ടക്കകത്ത് വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇവളെ നാക്ക് ഇവൾ ആഹാരം കഴിക്കുന്നതിന്റെ രുചി ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇവൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ഇവളെ നാക്കണ്ടല്ലോ ഗോൾ പോസ്റ്റിൽ മറ്റേ ഗോളി നിൽക്കും പോലെയാണ് ഇത് പിടിക്കാൻ നിൽക്കുന്നത്. ഒരു പ്രാവശ്യം പോയി ഈ നാക്ക് നീ എന്നെ കൊണ്ട് പറയിക്കല്ലേ? ഉന്മേഷത്തെ ഞാൻ വല്ല പറയും. ഞാൻ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ എന്റെ കുടുംബ പാരമ്പര്യം എന്നെ കൊണ്ട് ഇവിടെ പറയിപ്പിക്കാൻ നിൽക്കരുത്. പറയല്ലേ, ഞാൻ അത് കേട്ട് കുറെ ചിരിച്ചതാ. ഇനി ഇവരും കൂടെ നിർത്താതെന്നു. എന്റെ മാമനോടെങ്ങാനും ഞാനത് പറഞ്ഞാലുണ്ടല്ലോ. ആരാടി നിന്റെ മാമൻ? എന്റെ മാമൻ മർമാണി. അത് മറ്റേ ആണുങ്ങളുടെ ഒരു ഡ്രസ് അല്ലേ? അത് ഷെർവാണി. എന്റെ മാമൻ ആരാന്ന് ഓർത്തിട്ടാ? അതോളകി ആനയുടെ നേരെ വെട്ടി ചൂണ്ടുവരൽ ഇങ്ങനെ ഒരു ഒറ്റ ചൂണ്ട. ആ സ്പോട്ട് ഇട്ടാന പിണ്ടോ മൂത്രോ. അറിയാമോ? ഇത് കണ്ടിട്ട് എന്ത് മനസ്സിലായി? മർമ്മം പഠിച്ചു കഴിഞ്ഞാൽ ആനയെ പിണ്ടോ പിടിക്കാം. നിന്റെ മാമ ഇപ്പൊ എവിടെ? മാമ മറ്റേ കോന്നില് ആനക്കൂട്ടിൽ പണിയെടുക്കണ്. ആനക്കൂട്ടില് പണിയെടുക്കണ്. പിന്നിടാത്ത ആനേനെയൊക്കെ ഇങ്ങനെ ചൂണ്ടുവരലിൽ പിണ്ടിടിക്കണം. അതാ ജോലി. ഇതൊക്കെ വല്ല ജോലിയാണ്. ഇതിനൊക്കെ വല്ലതും കിട്ടുമോ? എന്റെ ചേട്ട ഒരു പിണ്ടത്തിന് 350 വെച്ച് സർക്കാർ കൊടുക്കും. പറഞ്ഞോണ്ട് നടക്കാൻ പറ്റിയ പണി തന്നെ. എന്ത് പോടി പോടി? നിങ്ങൾ കുഴിമടിയനായിട്ട് വിട്ടിരുന്നു. ഞാൻ പറയും. ഞാനല്ല മടിയൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ മടിയൻ എന്റെ അപ്പൂപ്പനായിരുന്നു. നീപ്പൊ അപ്പൂപ്പനെ പറഞ്ഞ അങ്ങോട്ട് കേറിയാ മതി. അല്ലല്ല, സത്യം. ഞങ്ങൾ ഒരു ദിവസം നോക്കുമ്പോ ഉണ്ടല്ലോ വീട്ടിന്റെ അടുത്തുള്ള രമണി ചേച്ചിയും സുമതി ചേച്ചിയും കൂടി വഴക്ക്. ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പൂപ്പൻ മതിലിന്റെ അവിടെ ചെന്ന് ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുക. നോയിക്കൊണ്ട് നമ്മൾ കാലിലൊരു ചെതല് വന്ന് കയറി. നമ്മൾ സാധാരണ ചെതല് കയറി എന്ത് ചെയ്യും? തട്ടിക്കളയുമല്ലോ. അപ്പൂപ്പൻ ഇങ്ങനെ തട്ടിക്കളഞ്ഞില്ല, ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. വൈകുന്നേരം ഞങ്ങളെ നോക്കിയപ്പോഴുണ്ടല്ലോ മനുഷ്യരൂപത്തിലൊരു ചെതൽപ്പുറ്റ് നിൽക്കുന്നു അവിടെ. എന്നിട്ട് പൊട്ടിച്ചു കളഞ്ഞ അപ്പൂപ്പനെ ഇങ്ങനെ എടുക്കാൻ വളഞ്ഞ. അതെങ്ങനെ പൊട്ടിക്കും? ഞങ്ങൾക്ക് മടിയല്ലേ അതൊക്കെ ചെയ്യാൻ വേണ്ടി. ഒരു കാര്യത്തില പറഞ്ഞ നിനക്ക് നാണം ഉണ്ടാ ചേട്ടാ ഇങ്ങനത്തെ വർത്താനങ്ങൾ പറയാൻ? കത്തിച്ചു വയ്ക്കും. നിങ്ങൾ കുറെ നേരിട്ട് എന്നെ വെക്കിട്ട് എനിക്കറിയാം ആഹാരം ഉണ്ടാക്കാൻ. നിങ്ങൾ അതിന് പോലെ എന്റെ അടുക്കള വന്നൊന്നും സഹായിക്കൂലല്ല. നിങ്ങൾക്ക് കിട്ടാനായിട്ടല്ലേ ഞാൻ 2-3 ദിവസം യോങ്ങി വെക്കണം. നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞ അടുക്കള എന്ത്? എടി, എനിക്കിങ്ങനെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് രോഗം വരും. ഞാൻ മടിയുള്ളതാണ്. നീ എന്നെ ഇല്ല ഇല്ല ഇടിക്കല്ലെന്ന് പോ. നീ പോ. തരാ ഞാൻ കുറച്ച് പണിയുണ്ടായിപ്പോയി. കുഴിമടിയ എടാ മടിയാടാ, എടാ മലമടിയാ. എടാ ഞാൻ അങ്ങോട്ട് കയറി വരണോ അതോ ഞാൻ അങ്ങോട്ട് കയറി വരണോ? ഇത് രണ്ടും ഒന്നല്ലേടാ പൊട്ടാ. നീ ഇങ്ങോട്ട് ഇറങ്ങി വരൂലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ്. ഞാൻ അങ്ങോട്ട് വരൂല. അരമണിക്കൂറായിട്ട് ഞാൻ ഇവിടെ ഒന്ന് കുറ്റിയടിച്ച് നിൽക്കുകയാണ്. എന്താണ് നിനക്ക്? എടാ നിന്റെ മോൻ എന്റെ മോനെ സ്കൂളിലിട്ട് തല്ലി. അതിന് പ്രതികാരം ചോദിച്ചിട്ട് ഈ പരുന്ത് ബിനു ഇവിടെ നിന്ന് പോകൂ. പരുന്താ? ഓ, നിന്റെ പേര് കിളി ബിനു എന്നല്ലേ?
പരുന്ത് കിളിയല്ലേ? കിളി കൊച്ചുങ്ങളെ കാര്യമൊക്കെ വന്ന് ഞാൻ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാ എടാ അത് കൊച്ചുങ്ങളെ കാര്യമല്ലടാ. നീ അത് ചെറുക്കൻ്റെ അടുത്ത് ചോദിക്കാത്തത്? ഞാൻ നിന്റെ മോനോട് ചോദിച്ചാ ചോദിച്ചു. അപ്പൊ നിന്റെ മോൻ എന്റെ അടുത്ത് പറയണ് ഇത്തിരി പോന്ന് എന്റെ അടുത്ത് എന്തിനു ചോദിക്കണം, വീട്ടിൽ അറ്റരിപ്പുണ്ട് വന്ന് ചോദിക്കാൻ. അപ്പൊ ഈ കുരിശ് വന്നതല്ല, വിളിച്ചുകൊണ്ട് വന്നതാണ്. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ മോനെ തല്ലിയത് ഞാൻ പ്രതികാരം ചോദിച്ചിരിക്കും. ചോരയ്ക്ക് ചോര, അതും കൊണ്ടേ ഞാൻ പോവൂ. പ്രിയമുള്ളവരെ, എന്റെ സുഹൃത്ത് ബിനുവിന് എത്രയും പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഒരു കുപ്പി ബ്ലഡ് വേണം. എടാ ഏത് ബ്ലഡ് ഗ്രൂപ്പ് എടാ? ബി പോസിറ്റീവ്. ബി പോസിറ്റീവ് ബ്ലഡ് ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് ഒപ്പിച്ചു തന്നു കഴിഞ്ഞാലേ ബിനു എന്നാണ് പേര്, കോണ്ടാക്ട് ചെയ്യണേ. പരുന്തെന്നൊന്നും പറഞ്ഞ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് കിളി ബിനു ആണ് എന്നെ കോണ്ടാക്ട് ചെയ്യണേ. ഓക്കെ. നീ ഇത് കണ്ട? അയ്യോ, നീ ഇത് കാണിക്കാനാണ് ഈ കത്തി കൊണ്ടുവന്നത്. നിനക്ക് എന്താണ്? അയ്യോ എന്റെ മോൻ തല്ലി, അതുകൊണ്ട് നിനക്ക് ഞാൻ ആരെന്ന് അറിയാമോ? നീ ആരാണ്? ഇവിടത്തെ അറിയപ്പെടുന്ന ഗുണ്ടയാണ്. നാട്ടുകാരൻ എന്നെ കണ്ടു കഴിഞ്ഞാ അറിയാല്ല, എന്റെ സ്വഭാവം നിനക്ക് അറിയാല്ല. ഞാൻ ഇവിടെ നിറയെ പോയ ഇവിടുത്തെ നാട്ടുകാർ വിറയ്ക്കും. നാട്ടുകാർ ചിരിക്കും ഇത് കണ്ടിട്ട്. നീ എന്താടാ നീ സംസാരിക്കണം? നീ എന്താ? ഞാൻ സീരിയസ് ആയിട്ട് കത്തി വെച്ചുള്ള കളിയാണ്. എടാ നീ ഇതൊന്നും പോടെ. ഞാൻ പിടിക്കണോ? ഈ കവലയില് കഴിഞ്ഞ ആഴ്ച 9 എന്നെ വളഞ്ഞു, എന്നിട്ട് ഞാൻ ചാടി അങ്ങ് വീണ്. ഇത് വീണ്ടും പോയി എടുത്ത് പോയി എവിടെയെങ്കിലും ചൊരി എറിഞ്ഞു ഊര്. ഇത്തിരി പറഞ്ഞു തീർക്കട്ടെ, പിടിച്ചാ. ഞാൻ പിടിച്ചോളാം. 9 എന്നെ അങ്ങ് വളഞ്ഞ് 8 എന്റെ ദേഹത്ത് വിടാൻ പറ്റിയില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇച്ചിരി മടിയുള്ളതാണ് ഇങ്ങനെ കൂടുതലിട്ട് നടത്തിക്കല്ലേ. എവിടെയെങ്കിലും ഒരിടത്ത് നിന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. എടാ എന്നെ 9 പേര് വളഞ്ഞ്, അത് ഞാൻ കേട്ടു. 8 എന്നെ തൊടാൻ പറ്റിയില്ല, അറിയാമോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, 9 പേര് വളഞ്ഞെന്നല്ലേ നീ ആദ്യം പറഞ്ഞത്? അപ്പൊ പിന്നെ ആയിലുള്ള ഒരാളോടെ പോയി ഒരുത്തന്നെ അടിക്കാൻ ആദ്യമേ ഞാൻ ബോധം പോയില്ലടാ. എന്റെ ഇതാണ് പറഞ്ഞ ശരി. എടുത്തോണ്ട് പോടാ നീ കണ്ടു മുമ്പാ. നിനക്കെന്താ കൊച്ചുപിള്ളയുടെ വിഷയം നീ ചോദിക്കാൻ വന്നത്? വേറെ ആരെങ്കിലും ഞാൻ ചോദിക്കത്തില്ലായിരുന്നു, പക്ഷെ നിന്റെ അടുത്ത് ഞാൻ ചോദിക്കും. അതെന്താ കാര്യം? നീ കാരണം ഗുണ്ടായാളാണ് ഞാൻ, മനസ്സിലായോ? നിങ്ങളെ കേൾക്കണം. ഇവിടത്തെ കവലയില് അപ്പുറത്തെ ജംഗ്ഷനിലെ പയ്യന്മാരെ തമ്മിൽ അടി കടന്നു. ഞാനും ഈ കുഴിയും മടിയും ഇവനും കൂടെ അടി കണ്ടോണ്ടിരിക്കായിരുന്നു. വൈകുന്നേരം പോലീസ് വന്ന് ചോദിച്ച് ആരുടെ പ്രശ്നം ഉണ്ടാക്കിയത്? ഇവ എന്റെ വീട് വന്ന് കാണിച്ചു കൊടുത്തേക്ക്. ഞാൻ ചോദിച്ചേടാ എന്തിനാണ് നീ എന്റെ വീട് കാണിച്ചു കൊടുത്തത്? അപ്പുറത്തെ ജംഗ്ഷൻ വരെ നടന്നു പോകാൻ മടി, അതുകൊണ്ട് എന്റെ വീട് കാണിച്ചു കൊടുത്ത്. അങ്ങനെ ഞാൻ നീ എന്തിനാടാ ഈ ചുണയെന്നാണ് കിട്ടിക്കുന്ന ജീവിക്കണം? നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാബോധം ഉണ്ടാ? അത് പറയല്ലേ. ഇത്രയും നേരം ഞാൻ ക്ഷമിച്ച്. എടാ നിനക്ക് ത്യാഗരായനെ അറിയാടാ? സ്റ്റണ്ട് മാസ്റ്റർ അറിയാ? പുള്ളിയുടെ കൂട്ടത്തിൽ ഞാൻ സിനിമയിൽ സ്റ്റണ്ട് അഭിനയിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പോയി എന്റെ അമ്മയാണ്, നീ വിശ്വസിക്ക്. പോയി ത്യാഗരായ സാർ എന്റെ അടുത്ത് പറഞ്ഞു 3 കരണം പറഞ്ഞ് ഡൈവ് അടിച്ച് ചെന്നിട്ട് നായകനെ ചവിട്ടായി. ഈ കുഴിമടിയനെ നിന്റെ അടുത്ത്? അതെ. നീ ചവിട്ടിയ? ഞാൻ പറഞ്ഞു പോവൂ എന്ന് പറഞ്ഞു. ത്യാഗരാജന്റെ കവിളില് പോടാ അവിടുന്ന്. സത്യാറ്റും. അപ്പൊ ത്യാഗരാജൻ ഒന്നും ചെയ്തില്ലേ? ഇത് കണ്ട എടാ പൊക്കള് ഇതെങ്ങനെ ഇവിടെ വന്നു? ഒറ്റ ചവിട്ട്, ഫ്രണ്ട് ഇരുന്ന പൊക്കള് ബാക്കിൽ വന്നു. കഴിഞ്ഞ ആഴ്ച എന്നെ പട്ടി അടിച്ചപ്പോഴേ മുതുകിലല്ലേ ഇഞ്ചക്ഷൻ എടുത്തത്? പൊക്കള് ബാക്കിലല്ലോ. ആവശ്യമില്ല സംസാരിക്കരുത്. നീ പോരാടിച്ചു. എന്റെ ചെറുക്കനെ അടിച്ചതിന് എനിക്ക് പ്രതികാരം ചോദിക്കണം. ഞാൻ ഉള്ള അത്യാവശ്യമുള്ള കളിയാണ്. നടത്തിക്കല്ലേ അങ്ങനെ കയ്യാൻ കളിക്കാണ് കാര്യം. എനിക്ക് ഒരു കാര്യം ചെയ്യണം, ഇതേ ചെറിയൊരു ബാധ്യതയാവുന്നു. ഇത് ഞാൻ പോകുമ്പോ തന്നാ മതിയെ. സൂക്ഷിച്ചു വെച്ചേക്കണം. പിന്നെ നിധിയല്ലേ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി. സിന്ധു മറ്റേ കത്തിയെടുത്തോണ്ട് പാടി. എങ്കിൽ പിന്നെ ഇന്ന് 2-1. എങ്ങനെ? എന്തിനാ മുതു ഭയങ്കര ചൊറിച്ചില്. ആ ചൊറിയാനല്ലേ കത്തിയെടുത്തോണ്ട് ഞാൻ പറഞ്ഞേ? എന്റെ പിഞ്ചേട്ട എന്താ പ്രശ്നം? കുറെ നേരം ഇവിടെ കിടന്ന് ഒച്ചപ്പാടും വേളും. സ്കൂളിൽ വെച്ച് നിങ്ങളെ മോൻ എന്റെ മോനെ ഒന്ന് തല്ലി. അപ്പൊ എനിക്കതൊന്നും ചോദിക്കണ്ടേ? അതാണ്, ഇതൊരു നിസ്സാര കാര്യമല്ല. ഇത് നിങ്ങൾ ആണുങ്ങൾ അമ്മ പറഞ്ഞ പോലെ എനിക്ക് അടുക്കള പണിയുണ്ട്. അടുക്കള പണി നിനക്കെന്താ കൊച്ചു പിള്ളേരെ കാര്യമല്ല. നീ പോടാ നിന്റെ കൊണ്ട്. നീ പോയിട്ടാ ഞാൻ ഇനി വരത്തുള്ളൂ. എന്താ എങ്ങനെ? നീ പോയിട്ടാ ഞാൻ ഇനി കയറുള്ളൂ. നിന്നെ പിടിക്കാൻ പറ്റില്ല. ഇനി
നിന്റെ എവിടാ താക്കൂത്ത്? ഇനി കാണണമല്ലോ. എന്താ ഇനി കാണോ? നീ ഓടിപ്പോണെന്ന് കാണണമല്ലോ. എവിടെ പോണേ? നീ ഒന്ന് ഓടണ കാണണമല്ലോടാ. എടാ നീ ഇപ്പൊ എന്റെ വീട്ടിനകത്ത് ഞാൻ പുറത്തുമാണ് നിൽക്കുന്നത്. അയ്യോ എനിക്ക് കാലിൽ കമ്പിയിട്ടേക്കുണ്ട്. നീ ചാടിപ്പോ. ഇനിയിപ്പോ ഇത് തുറക്കാൻ പറ്റത്തില്ല. ചാടിപ്പോ. എത്ര കമ്പിയുണ്ട്? 4 കമ്പി. 2 കമ്പി വരുമോ? ആന്തിനി കക്കൂസിന്റെ സ്ലാബ് വാർക്കാൻ. പട്ടി കിടന്നു. എടാ നീ അവിടെ കടയടാ. സിന്ധുവേ, ഓ ആ രാജു വളയത്തെ വിളി. ആ അപ്പം ഞാൻ വരണമെന്ന് അറിഞ്ഞുകൊണ്ട് പാളയത്തിന് ഗുണ്ടയെ വിളിച്ചിറക്കിയല്ലേ? വളയത്തിന്ന് രാജു പാളയത്തിന് വന്നെന്ന് പറഞ്ഞു. എടാ മരമണ്ട, അത് ആരെന്നറിയാവോ? രാജപാളയത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടിയാ. അതിനെ അഴിച്ചുവിടാനാ ഞാൻ അവളടുത്ത് പറഞ്ഞത്. മറ്റേ കടിക്കാത്ത ചെറിയ പട്ടി. ആര് പറഞ്ഞ് കടിക്കൂലെന്ന്? ഉടമസ്ഥനാണ് ആദ്യം കടിക്കണം. കഴുത്തിൽ കടിക്കുള്ളൂ. അവള് 2 കടി, എനിക്ക് 2 കടി. ഇഷ്ടം പോലെ കടി മേടിച്ചിട്ടുണ്ട്. എന്തോ അഴിച്ചു വിടറേടി. അയച്ചു വിട്ട് ചേട്ടാ. അഴിച്ചു വിട്ടിട്ടുണ്ടാ? ആ ഇന്ന് ഇവന്റെ ഊപ്പാട് വരും. ആഹാരം കൊടുക്കുന്ന സമയമാണ്. അവ എന്റെ അടുത്ത് പ്രതികാരം ചോദിച്ചു വന്നിരിക്കുകയാണ്. ആഹാ, പട്ടി അഴിച്ചു വിട്ട് ഉടനെ വന്നല്ല. എവിടെ വന്നിരിക്കണ്? ആ ഈ പട്ടിയായിരുന്നല്ലേ? എടാ നാണം ഉണ്ടാടാ നിനക്ക്. എന്താടാ കാര്യം? എന്താടാ? എനിക്ക് പട്ടിയെ പേടിയാണളിയാ. എടാ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ല. കത്തി അങ്ങോട്ട് കൊണ്ടുപോയി. പട്ടി അഴിച്ചു വിട്ടില്ലേ സിന്ധു? അയച്ചു വിട്ടിട്ട് 10 മിനിറ്റ് ആയി. ഒന്ന് പറയണ വിടലെന്ന് പറയണ. നിനക്കിത് വേണോടാ? ഇനി ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറി ഒരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ദ്രോഹിക്കുന്ന നീ ആര് ഗുണ്ടേ? നീ പരിഹാരം കണ്ടിട്ട് പോയാ മതി. എടാ നമ്മൾ സുഹൃത്തുക്കളല്ലടാ. ഇങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ നേരത്തെ എന്നെ ഇപ്പൊ വെട്ടും കുത്തുവെന്നൊക്കെ പറഞ്ഞു. എന്നെ ചോര വേണ്ടി എനക്ക്. ആരളിയാ ഈ കാര്യത്തിൽ വെട്ടം കുത്തൊക്കെ ചെയ്യണത്? ചുമ്മാ. അപ്പൊ എന്റെ മോൻ നിന്റെ മോനെ അടിച്ചില്ലേ? അതിപ്പോ എന്ത് ചെയ്യും? എന്റെ മോൻ നിന്റെ മോനെ അടിച്ചത് അടെ കൂട്ടുകാരല്ലേടാ. വിടാത് തന്നല്ലേ? ഈ പ്രശ്നം സോൾവ് ആയെങ്കിൽ ഞാൻ തുറന്നുതരാം. ഈ പ്രശ്നം സോൾവ് ആക്കി തന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പുഴുക്കും. തന്നല്ലേ? എന്റെ വേറെ താക്കോലുണ്ട്, തുറക്കട്ടാ. തുറക്കടാ. അയ്യോ എന്റെ പൊന്നെ. ഉമേഷേട്ടാ, ഉമേഷേട്ടാ, ഞാൻ 10 മിനിറ്റ് ആ രാജവാളയത്തിനെ തുറന്നു. പറഞ്ഞോളൂ. എവിടെ? എവിടെന്നാ? ഞാൻ കൊറേ കുലുക്ക് വിളിച്ച് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇങ്ങനെ നോക്കും. ഇങ്ങനെ കിടപ്പുണ്ട് അതവിടെ. ആഹാ, നീ വന്നണ്ട. ഇതെന്റെ മോനെ തല്ലിയനല്ല, പിന്നെ ഒരു പാവപ്പെട്ട മിണ്ടാപ്രാണിയെ നോക്കി നോക്കി നിന്നെപ്പോലൊരു കുഴിമടിയനാക്കിയതിന്